ഇത് വെറും ശവം മാത്രമാണ്. ഇതിന്റെ ശവോടൊക്കെ ഞാൻ ഇവിടെ നടത്താൻ പോവുകയാണ്. ഓലയെടുത്ത് ഞാൻ ഈ ഓലക്കുടലിരുന്ന് ഫിഷ് എടുക്കേണ്ട ഗതികേടിലാണ്. ഈ ഓടാത്ത വണ്ടിക്ക് മാസം 3600 വീതം ലോൺ അടച്ചോണ്ടിരിക്കുകയാണ്. ഈ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഷോറൂമിൽ പോകുമ്പോൾ പൊന്നല്ലേ കരളല്ലേ എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ കയറ്റിയിരിക്കുന്നത്. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. 7 ദിവസത്തിന് മേലെയായി ഞാൻ ജോലിക്ക് പോയിട്ട്. കഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഈ വണ്ടി ഇപ്പൊ ശവമടക്ക് നടത്തുകയാണ് ഈ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ഒരു മത്സ്യത്തൊഴിലാളി ആയിരുന്നു ഞാൻ. ജോലിക്ക് പോകാൻ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി മേടിച്ച വണ്ടിയാണ്. ഇല്ലാത്ത പൈസ ലോൺ എടുത്ത വണ്ടിയാണ്. വേറൊരു കാര്യമില്ല, ഈ വണ്ടി ഓണാകത്തേ ഇല്ല. ഒത്തിരി തവണ എല്ലായിടത്തും പരാതിയൊക്കെ കൊടുത്ത് ഉപഭോക്തൃ കോടതിയിലും അത് നേരിട്ട് ഒലയിലും ഒക്കെ ബന്ധപ്പെട്ട് ഇനി ഒരു കാര്യമില്ല. ഇതുകൊണ്ട് ഈ സാധനം ഇനി ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. ഇത് വെറും ശവം മാത്രമാണ്. ഇതിന്റെ ശവോടൊക്കെ ഞാൻ ഇവിടെ നടത്താൻ പോവുകയാണ്. ഓലയെടുത്ത് ഞാൻ ഈ ഓലക്കുടലിരുന്ന് ഫിഷ് എടുക്കേണ്ട ഗതികേടിലാണ് ആയിരിക്കുന്നത്. ഇത് എന്റെ മാത്രം അവസ്ഥയല്ല, ഒത്തിരി അധികം ആൾക്കാർ ഇതുപോലെ പെട്ടുകിടക്കൊണ്ട് ഈ ഒരു വാഹനം എടുത്തിട്ട് നിങ്ങൾക്ക് സമീപത്തുള്ള ഓലയുടെ സർവീസ് സെന്ററുകളിൽ ചെന്നാൽ കാണാം. അവിടെ നിരവധി വാഹനങ്ങളാണ് ഫ്രണ്ടിൽ നിരത്തിയിരിക്കുന്നത്. അത് വിൽക്കാനോ ഒന്നും വെച്ചേക്കുന്നതല്ല. അനേകായിരം ആൾക്കാരുടെ സ്വപ്നമാണ്. അവരൊന്നും എന്നെ പോലെ പ്രതികരിക്കുന്നില്ലെന്നേ ഉള്ളൂ. അനേകായിരം ആൾക്കാരുടെ സ്വപ്നമാണ് അവിടെ കിടക്കുന്നത്. പൊടിയും പിടിച്ച് മഴയും കൊണ്ട് വെയിലും കൊണ്ട് അവിടെ കിടക്കുന്നത്. ഈ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഷോറൂമിൽ പോകുമ്പോൾ പൊന്നല്ലേ കരളല്ലേ എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ കയറ്റിയിരിക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ ഏറ്റെടുത്ത് നടത്താനാണ്. എന്നിട്ട് ഈ ഒരു വണ്ടിയുടെ പ്രശ്നം വരുമ്പം അവര് ഇതുവരെ ഇടപെട്ടിട്ട് പോലും ഇല്ല. മാത്രമല്ല നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് വെച്ചോ, അവർ പറയും ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ അവർക്ക് ഭയങ്കര ഡിമാൻഡ്. അവർ പൊന്നല്ലേ ചക്കരയല്ലേ എന്നും പറഞ്ഞാണ് സംസാരിക്കുന്നത്. വണ്ടി എടുത്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ നീ പോടാ തെണ്ടി എന്ന് പറയാം അവന്മാര്. നമ്മൾ സർവീസിന് എന്ന് കഴിഞ്ഞാൽ നീ പോടാ തെണ്ടി, നീ വേറെ എവിടെയെങ്കിലും പോടാ, നീ എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് പറയാം അവന്മാര്. ഞാനിപ്പം ഈ ഓടാത്ത വണ്ടിക്ക് ലോൺ അടച്ചോണ്ടിരിക്കുകയാണ്. മാസം 3600 വീതം ലോൺ അടച്ചോണ്ടിരിക്കുകയാണ്. കൺസ്യൂമർ കോർട്ടിലെ എല്ലായിടത്തും കൺസ്യൂമർ കോടതി കൊടുത്ത്, മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത്, എന്റെ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമോ എവിടെ ലേബർ കമ്മീഷനിൽ വരെ കൊടുത്ത് യാതൊരു നടപടി ഇതിന്മേൽ ഉണ്ടായിട്ടില്ല. മനുഷ്യാവകാശ കോടതി കൊടുത്തപ്പോൾ ഇത് മനുഷ്യാവകാശമല്ലെന്ന്. വണ്ടി എന്നാണ് എടുത്തിട്ടുള്ളത്? എന്നാണ് വണ്ടി എടുത്തത് ഫെബ്രുവരി മാസം 1-ാം തീയതി എടുത്ത വണ്ടി. നിലവിൽ ഈ വണ്ടിക്ക് വാറന്റി ഉണ്ടല്ലോ? വാറന്റി കിടക്കുന്നതാണ്. അപ്പൊ വാറന്റി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു തരേണ്ട കമ്പനി അല്ലേ? കമ്പനിയാണ് പരിഹരിച്ചു തരുന്നത്. എന്താണ് അവർ പറയുന്നത്? കമ്പനി ശരിയാക്കി തരാന്ന് പറയുന്നു. പക്ഷെ അവരുടെ ശരിയാക്കൽ ഞാൻ കുറെ കണ്ടിട്ടുള്ളയാ. അവർ കൃത്യമായിട്ടുള്ള ഒരു സർവീസ് അല്ല. ഇത് വീണ്ടും കംപ്ലൈന്റ് വരും. ഇപ്പൊ ഈ വാറന്റിയിൽ ഇരിക്കുന്ന 40,000 കിലോമീറ്റർ വരെയാണ് വണ്ടിയുടെ വാറന്റി. ഇപ്പൊ 38,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇത് ഇപ്പോഴും അല്ല ഈ കംപ്ലൈന്റ് വരുന്നത്. കഴിഞ്ഞ വർഷം നവംബർ മാസം കംപ്ലൈന്റ് വന്ന വണ്ടിയാണ്. അന്നേരം അത് നിരവധി തവണ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ഓടുന്ന രീതിക്ക് ഇവർ ശരിയാക്കി തരും. വീണ്ടും കംപ്ലൈന്റ് വരും. ഞാൻ ഈ 38,000 കിലോമീറ്റർ മാത്രം ആയ വണ്ടി കുറച്ചുകൂടെ അവർ ഓടുന്ന രീതിക്ക് ശരിയാക്കി തരും. പെട്ടെന്ന് 2000 കിലോമീറ്റർ കഴിയുമ്പോൾ വീണ്ടും കംപ്ലൈന്റ് വരും. അന്നേരം വീണ്ടും ഞാനിവിടെ വന്ന് ആരോട് ചോദിക്കും? വാറന്റി കഴിഞ്ഞെന്ന് പറയും കമ്പനി. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയാണ് ഈ ഒരു വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വാറന്റി പീരീഡ് കിടക്കുന്ന വണ്ടിയാണ്. നമ്മൾ അവർ പറയുന്ന കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള വണ്ടിയാണ്. അവർ തന്നെ പരിഹരിച്ചു തരേണ്ടതാണ്. എനിക്ക് ഈ വണ്ടി വേണ്ട. ഇതിവിടെ ശവടക്ക് നടക്കുകയാണ്. അവര് ഈ ശവം തുരന്നെടുത്തോണ്ട് പോയി എന്ത് വേണേലും ചെയ്തോട്ടെ. അതിന്റെ എനിക്കുള്ള നഷ്ടപരിഹാരം മാത്രം കിട്ടിയാൽ മതി. ഒലയെടുത്ത മിക്കവരും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കംപ്ലൈന്റ് ഉള്ള വണ്ടി എന്തുകൊണ്ട് അവർ തിരിച്ചെടുക്കുന്നില്ല? ഇത്രയും കംപ്ലൈന്റ് ഉള്ള വണ്ടി എന്തുകൊണ്ട് ഇവിടുത്തെ സർക്കാർ വിൽക്കാനായിട്ട് സഹായിക്കുന്നു? ഗോവ അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ അവിടുത്തെ സെയിൽ നിർത്തലാക്കി വെച്ചിരിക്കുകയാണ്. ഇവരുടെ സർവീസ് അത്രയും മോശമായതുകൊണ്ട്. ഈ ചെറുപ്പക്കാരന്റെ അത്രയും വിഷമകരമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ ഒരു സമരം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 7ാമത്തെ ദിവസമാകുന്നു. 7ാമത്തെ ദിവസമായിട്ട് പോലും ഈ മനുഷ്യനെ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമാണ്. കഷ്ടപ്പെട്ട കാശിന് നമ്മുടെ കേരളത്തിന്റെ നിരത്തിലോടുന്ന ഒരു വണ്ടിയാണ്. പലർക്കും ഇതുപോലെ സെയിം കംപ്ലൈന്റ് ഉണ്ടെന്ന് ഈ മനുഷ്യൻ തന്നെ പറയുകയാണ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ പലർക്കും? അതെ, ഇപ്പൊ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ അകത്ത് ഒത്തിരി പേരുടെ വണ്ടി ഇവിടെ അടുത്തുള്ള ഷോറൂമുകളിൽ കെട്ടിക്കിടക്കുകയാണ്. ഒരു വർഷവുമായിട്ട് അതിന് മേലെയായിട്ട് കെട്ടിക്കിടക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവര്, ഈ മനുഷ്യനൊരു നീതി വാങ്ങിച്ചു കൊടുക്കണം. ഈ ഒരാളുടെ ശബ്ദം എന്ന് പറയുമ്പം ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയുള്ള ശബ്ദമാണ്. ഈ മനുഷ്യൻ സമരം ചെയ്യുന്നതെന്ന് പറയുമ്പം ഇതുപോലെ വണ്ടി എടുത്ത് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയാണ്.